അമ്മേ ശരണം, ദേവീ ശരണം, ചോറ്റാനിക്കര അമ്മേ ശരണം. ചോറ്റാനിക്കര അമ്മയെക്കുറിച്ച് വർണ്ണിക്കുവാൻ എൻ്റെ കയ്യിലുള്ള വാക്കുകൾ പോരാതെ വരും. അമ്മയുടെ കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത്. എത്രയെത്ര കഥകൾ! ആ കഥകൾ ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ കഥകൾ ഞാൻ പിന്നീട് ഐതിഹ്യമാലയിലും ചരിത്രത്തിലുമെല്ലാം വായിച്ചിട്ടുണ്ട്. ചോറ്റാനിക്കര അമ്മയെന്നാൽ വെറും ഒരു സങ്കല്പമല്ല, അതിനപ്പുറം മറ്റെന്തൊക്കെയോ ആണ്. അത് എന്താണെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ഭക്തരെ അമ്മ എപ്പോഴും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും, എന്നാൽ ഒരിക്കലും കൈവിടുകയില്ല. ഏതാപത്തിലും അമ്മ നമുക്ക് തുണയായി നമുക്കൊപ്പം തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. നിങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ ഭക്തരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതൂ, അമ്മേ ശരണം, ദേവീ ശരണം, ചോറ്റാനിക്കര അമ്മേ ശരണം. അങ്ങനെ എഴുതുമ്പോൾ ചോറ്റാനിക്കരയമ്മ ഏതാപത്തിലും നമ്മുടെ കൂടെ തന്നെ കാണും എന്ന് നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കുക. ഭക്തവത്സലയായ ചോറ്റാനിക്കരയമ്മയുടെ കഥ ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള, എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ള ആ കഥ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ കഥ പറയട്ടെ. പണ്ട് ചോറ്റാനിക്കരയ്ക്കടുത്ത് ജീവിച്ചിരുന്ന ഒരു ദേവീഭക്തനായിരുന്നു ഗുപ്തൻ നമ്പൂതിരി. ഒരു രാത്രിയിൽ അദ്ദേഹം യാത്ര പോകുമ്പോൾ വഴിമധ്യേ വെച്ച് സുന്ദരിയായ ഒരു യുവതിയെ കണ്ടുമുട്ടി. വശ്യമായ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അദ്ദേഹം അവളുമായി സംസാരിച്ചു കൊണ്ട് നടന്നു. അത് മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന അതിക്രൂരയായ യക്ഷിയാണ് എന്ന് പാപം ആ മനുഷ്യൻ അറിഞ്ഞില്ല. വഴിമധ്യേ അവർ തൻ്റെ ഗുരുനാഥനായ കേശാപ്പിള്ളി നമ്പൂതിരിയുടെ ഇല്ലത്തിനരികിൽ എത്തി. മന്ത്രശക്തിയുണ്ടായിരുന്ന അദ്ദേഹം ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ ശിഷ്യൻ്റെ കൂടെ നടക്കുന്ന യക്ഷിയെയാണ്. അദ്ദേഹം തൻ്റെ ശിഷ്യനെ അടുത്തേക്ക് വിളിച്ച് രഹസ്യമായി പറഞ്ഞു, നിൻ്റെ കൂടെയുള്ളത് ഒരു യക്ഷിയാണ്. അവൾ നിന്നെ കൊല്ലും. അതിനു മുമ്പ് നീ രക്ഷപ്പെട്ടുകൊള്ളുക. അത് കേട്ട് അവൻ കരയുമെന്ന മട്ടായി. ഗുരുവിന് അവനോട് സഹതാപം തോന്നി. ഈ ദേവി മഹാത്മ്യ ഗ്രന്ഥം നീ കയ്യിൽ മുറുകെ പിടിച്ചുകൊള്ളുക. എന്നിട്ട് എത്രയും വേഗം ദേവിയെ തന്നെ അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞു. അത് കേട്ട് ഭയന്ന് വിറച്ച അവൻ ജീവനും കൊണ്ട് ചോറ്റാനിക്കര അമ്പലം ലക്ഷ്യമാക്കിയോടി. സത്യം അവൻ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ യക്ഷി ഭീകര രൂപം പൂണ്ട് അവൻ്റെ പിന്നാലെ പാഞ്ഞു. ഗ്രന്ഥം കയ്യിലുള്ളത് കാരണം യക്ഷിക്ക് ഗുപ്തൻ നമ്പൂതിരിയെ സ്പർശിക്കുവാൻ പോലും ആയില്ല. അവൻ ഓടി ചോറ്റാനിക്കര അമ്പലത്തിൽ എത്തി. പക്ഷേ അവൻ അവിടെ വീണു. ആ സമയം തക്കം പാർത്തിരുന്ന യക്ഷി അവൻ്റെ കാലുകളിൽ പിടിച്ച് വലിക്കുവാൻ നോക്കി. നമ്പൂതിരിയുടെ പാതി ശരീരം അകത്തും കാലുകൾ പുറത്തുമായിരുന്നു. അവൻ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചു കൂവി, അമ്മേ ദേവി, ചോറ്റാനിക്കര അമ്മേ, രക്ഷിക്കണേ. തൻ്റെ ഭക്തൻ ആപത്തിൽപ്പെട്ട വിവരം അമ്മ മനസ്സിലാക്കി. ശ്രീകോവിലിനുള്ളിൽ നിന്നും ഉഗ്രമായ ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. അമ്മ ഉഗ്രരൂപിണിയായ കാളിയായി അവതരിച്ച് ആ യക്ഷിയെ വെട്ടിക്കൊന്നു. യക്ഷിയെ വധിച്ച് ഭഗവതി അവളുടെ ചോരയൊഴുക്കിയ ക്ഷേത്രക്കുളമാണ് ഇന്ന് രക്തകുളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭഗവതിയുടെ ആ ഉഗ്രകോപം അടക്കുവാനാണ് പിന്നീട് കുളക്കരയിൽ കീഴേക്കാവ് ഭഗവതിയായി ദേവിയെ പ്രതിഷ്ഠിച്ചത്. ഭഗവതിയുടെ ആ ഉഗ്രകോപം അടക്കുവാനാണ് പിന്നീട് കുളക്കരയിൽ കീഴേക്കാവ് ഭഗവതിയായി ദേവിയെ പ്രതിഷ്ഠിച്ചത്. ഇന്നും ചോറ്റാനിക്കരയിൽ വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട്. മാനസിക വിഷമങ്ങളും നെഗറ്റീവ് ഊർജങ്ങളും ഉള്ളവർ കീഴ്കാവിലെ ഗുരുതി പൂജയിൽ പങ്കെടുക്കുമ്പോൾ നടുങ്ങുന്ന കാഴ്ച കാണാം.
അവർ അലറി വിളിക്കുകയും പൂജ കഴിയുമ്പോൾ ശാന്തരാകുകയും ചെയ്യുന്നു.